ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ പിള്ളേരും ചേട്ടനും ഉണ്ട് കൂടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. പോകുന്ന വഴിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വഴിയാണ് കേട്ടോ, ഞങ്ങളുടെ റോഡാണ്. ഇവിടെ ഞങ്ങളുടെ അമ്പലമുണ്ട്. നിങ്ങൾ കണ്ടോയെന്ന് അറിയാൻ പാടില്ല. പിന്നെ എന്താണ്, അപ്പോൾ കുറച്ച് പെട്രോൾ അടിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു. അതിന് ശേഷം വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഹൈവേയിലോട്ട് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ കയറിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ചിലപ്പോൾ പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റും, അല്ലെങ്കിൽ ബ്ലോക്കായിരിക്കും. ഇവിടെ ഈ ഓവർ ബ്രിഡ്ജിൻ്റെ പണി ഒക്കെ നടക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ വഴിയുള്ള യാത്ര. പിന്നെ എന്തോ ഭാഗ്യത്തിന് അധികം തിരക്കൊന്നുമില്ല. പേടിയുമാണ് ഇവിടെ കൂടി ആൾക്കാർക്ക് പോകാനായിട്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആ ഓണത്തിൻ്റെ ഇടയ്ക്ക് ഈ വെച്ചേക്കണ ആ സംഭവം ഇല്ലേ, അത് താഴത്തോട്ട് വീണു. ഭാഗ്യത്തിന് അന്ന് അവിടെ ആരും ആ വഴി പാസ് ചെയ്ത് പോയില്ല. അതുകൊണ്ട് ഒരു വലിയൊരു അപകടമാണ് ഒഴിവായത്. അന്നേരം എന്താണ്, ഓണത്തിൻ്റെ ആ ഒരു വെക്കേഷൻ ടൈമിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ചല്ല അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ. റെയിൽവേ എത്താറായിട്ടുണ്ട്, കുറച്ചുകൂടി പോകണം കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ നമ്മുടെ ഇവിടെ ഞങ്ങളുടെ ഒരു അമ്പലമുണ്ട്. സ്വയംഭൂ ആയിട്ടുള്ള ഒരു ഗണപതി ക്ഷേത്രമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. സ്വയംഭൂ എന്താണ്, ഗണപതിക്കലെന്ന് പറയും, പനങ്ങാടാണ് കേട്ടോ ഇത്. അപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഞങ്ങളിവിടെ വരാറുണ്ട്. ഇതാണ് കേട്ടോ അമ്പലം, ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലമെന്ന് പറയണത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. കൂടുതലും ഞാൻ ഈ കല്യാണത്തിന് വന്നത് എന്താ പറയുക, കല്യാണം കൂടുക എന്നതല്ല, അതിലുപരി എനിക്ക് ഇവിടേക്ക് ഒന്നും കൂടി കാണാമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ വന്നതാണ്. പിന്നെ എന്താണ്, നമ്മളിത് സദ്യ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ എല്ലാ കൂട്ടങ്ങളും അല്ല, എല്ലാ സാധനങ്ങളും അവരിത് വിളമ്പി തരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എന്താണ്, ഞങ്ങൾ ചെന്നപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ടോ. ചെക്കനും പെണ്ണും എന്താണ് ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇപ്പുറത്ത് അവർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നേരെ തന്നെ ഇരിക്കുന്നുണ്ട് അവർ. നേരെയല്ല, ഞങ്ങളുടെ ആ രണ്ട് ചേർന്നപ്പുറമായിട്ട് അവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫുഡ് വന്നപ്പോൾ പിന്നെ പിള്ളേർക്കും ഒക്കെ കൊടുക്കണ്ടേ എന്നുള്ള ആ ഒരു ഇതിലായിപ്പോയി. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫുഡിൻ്റെ ആ വീഡിയോ ഒന്ന് എടുത്തതേ ഉള്ളൂ. കുഴപ്പമില്ലായിരുന്നു കേട്ടോ സദ്യയൊക്കെ. എല്ലാവരും ഉള്ള കാര്യം പറയാമല്ലോ, എല്ലാവരും നല്ല സദ്യയാണെന്ന് പറയും. അത്രയും നല്ലൊരു സദ്യ ആയിരുന്നില്ല, എന്നാലും ഓക്കെ, കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ ഒരു ഗണപതിയുടെ ഇങ്ങനത്തെ ഒരു വിഗ്രഹം, ഒരു പ്രതിമ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ എൻ്റെ പിള്ളേർ ചെന്ന് കെട്ടിപ്പിടിക്കണം, ഫോട്ടോ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പുറത്തുമൊക്കെ വെച്ചിട്ടുണ്ട്, രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കല്യാണമൊക്കെ കൂടി ചെക്കനും പെണ്ണൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളും തിരിച്ചിങ്ങോട്ട് തിരിച്ചു പോകുന്നെന്ന് പറഞ്ഞാൽ ഇത് വേറൊരു സ്ഥലത്ത് ഞങ്ങൾ പോയതാണ്. ഇതൊക്കെ എനിക്ക് ഒരുപാട് നാളായിട്ടോ ഞാൻ അങ്ങോട്ടൊക്കെ ചെന്നിട്ട്. അപ്പോൾ എനിക്കൊരു ഭയങ്കര ആഗ്രഹം, എനിക്ക് അവിടേക്കൊന്ന് ചെല്ലണമെന്നുള്ളത്. വല്ലപ്പോഴും അല്ലേ നമ്മൾ അങ്ങനെ പോകുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോണേണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഈ ഒരു ചർച്ച്. ഞങ്ങളുടെ പുണ്യാളൻ്റെ പള്ളിയാണ്.
അപ്പോൾ ഞാൻ ഇവിടെ എപ്പോൾ വന്നാലും ഞാൻ ഇവിടെ വന്ന് മെഴുകുതിരിയൊക്കെ കത്തിക്കും. ഇപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ടിട്ട് മെഴുകുതിരി കത്തിച്ചില്ല. നേർച്ചയ്ക്ക് ഇട്ട് പുണ്യാളിനെ കാണാതെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ പുണ്യാളിനെ കണ്ട് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പഠിച്ച സ്കൂളാണ് ദേ ഈ കാണുന്നത്. ഞാൻ 1 മുതൽ 7ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചത്. ഇവിടെ അയ്യോ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഭയങ്കര ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ എനിക്കിത്. ഇവിടെ ഒരു വലിയൊരു മാവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ വെട്ടിക്കളഞ്ഞു. പിന്നെ അവിടെയാണ് ഞാൻ LKG UKG പഠിച്ചത്, ആ കാണുന്ന ഒരു സ്ഥലത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ച് നേർച്ചയൊക്കെ ആയിട്ട് സ്കൂളൊക്കെ കണ്ട് വീണ്ടും ഇത് ഞങ്ങളുടെ തറവാട്ടിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ ആ വഴി കൂടി ഞാൻ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒത്തിരി നിങ്ങൾ ഓർക്കും ഇതെന്തിനാണ് ഈ വീഡിയോ ഇങ്ങനെ ഈ യാത്ര തന്നെ ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എനിക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്ത എന്നാ പറയുക വഴികളാണ് കേട്ടോ ഇതൊക്കെ. ഒത്തിരി നല്ല ഓർമ്മകളുള്ള സ്ഥലങ്ങളും ആളുകളും വഴികളും ഒക്കെയാണ് കേട്ടോ ഇത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ 8, 9, 10 എൻ്റെ ഹൈസ്കൂളൊക്കെ ഞാൻ അവിടെയാണ് പഠിച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു തിരിച്ച് ഞങ്ങൾ ഒരു സിനിമ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടേക്കാലോ എന്നോർത്ത് ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും പോയതാണ് കേട്ടോ. അതൊന്നും ഞാൻ എടുത്തില്ല വീഡിയോ. ഇവിടെ വന്ന് ഞങ്ങൾ സിനിമയ്ക്ക് കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കയറാൻ പോകുന്നു. എന്താണ് മോഹൻലാലിൻ്റെ സിനിമയാണ് കാണാനായിട്ട് കയറിയത്. സിനിമ നല്ല ഒരു ഇതാണ് കേട്ടോ, മോഹൻലാലല്ലേ അപ്പോൾ കണ്ടിരിക്കാൻ അങ്ങനെ സിനിമയ്ക്ക് ഞങ്ങൾ കയറി. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.